ഇല്ല, മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കാണട്ടെ എന്ന് വിചാരിച്ചു. അത് ആദ്യം ഒരു കുറേ ഫൈറ്റ് മാസ്റ്റർ പ്ലാൻ ഭയങ്കര ഹെവി ആയിരുന്നു. ഒരു ഭയങ്കര ഹീറോയിക് പരിപാടികളൊക്കെ അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഉറപ്പായിട്ടും നമുക്കറിയാലോ, നമ്മളൊരു എന്താ മാത്യു അടുത്തിരിക്കണ ഞാൻ ഇതാക്കി പറയണമെന്നില്ല, ഒരു സൂപ്പർ സ്റ്റാർ പടമല്ല എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യണ പോലെ മാത്യുവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നല്ല സിനിമ, എല്ലാവർക്കും എല്ലാ തരത്തിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടാവില്ല. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്യുവിനെ കൊണ്ട് കുറെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു, ആ ഓർഗാനിക്കലി കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികൾ മാത്രമേ ഉള്ളൂ. വളരെ ലേറ്റ് ആണ് ആക്ച്വലി. എനിക്ക് ഞാനിപ്പോൾ ഈ കഥ കേട്ടപ്പോഴായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതെല്ലാം വൃത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത കലയ മാസ്റ്ററാണ്, നൗഫൽക്ക, രണ്ടുപേരും ചേർന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടും എന്താ ഓവറോ ആവരുത് എന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ അത് അവർ ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു. പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല, അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവൻ്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അതിൻ്റെ ട്രോമേനെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് അവൻ എന്താ പറയുക, അത് അതിൽ നിന്ന് ഒരു വളരുമെന്നല്ല, നമ്മൾ ഫിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനാവുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ആംഗിൾ. അപ്പോൾ അതിന് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം, മാത്യു ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് മാത്യുവിനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യിപ്പിക്കും അങ്ങനെ വന്നതല്ല. ഇങ്ങനെ ഈ ശ്യാം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഭയങ്കര ഓർഗാനിക്കലി സ്ക്രിപ്റ്റിൽ അവർ ജ്യോതിഷംസിനും ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്തൊരു പരിപാടിയാണ്.